ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഒരു ഭാഗത്ത് നിന്ന് അവർ മണ്ണ് മാറ്റി എത്തിയിരിക്കുകയാണ്. നേരത്തെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ആ മൺകൂന നിൽക്കുന്ന ഇടത്ത് അവിടെ ഒരു ലോറി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ തിരയുന്നത്. 500 പീസ് തടിയുമായാണ് ബെൽഗാമിൽ നിന്ന് അർജുൻ ആ ലോറിയുമായി എത്തിയത്. ഷിരൂരിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറി. ആ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്തയ്ക്കായാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ഈ മൺകൂനയ്ക്കടിയിൽ ആ ലോറിയുണ്ട് എന്ന സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഈ ലോറി ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തെ മണ്ണ് നീക്കുന്നതിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്നുള്ള ഏറ്റവും ക്ലോസസ്റ്റ് വിഷ്വൽസ് ആണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ വാർത്താസംഘം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റഡാറിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയ എക്സാക്ട് പൊസിഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ മല ഇടിഞ്ഞു വീണ മലയോട് ചേർന്നാണ് വാഹനം പാർക്ക് ചെയ്യുന്ന പതിവുള്ളത് എന്നാണ് മനാഫ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മണ്ണ് നീക്കുന്നതിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ടോ അതോ വീണ്ടും ഒരു പരിശോധന കൂടി നടത്തുകയാണോ? എന്താണ് അഭിലാഷ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കാരണം മുകളിൽ നിന്ന് ഒക്കെ മണ്ണ് ഇപ്പോഴും ഇടിഞ്ഞ് തൂർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അടർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പരിശോധനകൾക്ക് തന്നെയാണ് പോകുന്നത്. ഒരു ഭാഗത്ത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്, ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ അത് ഒരു ഭാഗത്ത് ഇപ്പോഴും മണ്ണ് അടർന്നു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നീർച്ചാലുകൾ ഇപ്പോഴും ഒഴുകി വരുന്നു. ഇതൊക്കെ അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഇപ്പോഴും ഒരുപാട് ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും മുകൾ ഭാഗത്ത് നിന്ന് മണ്ണും മരങ്ങളും ഒക്കെ അടർന്ന് വീഴാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധനകൾ മാത്രമേ സാധ്യമാകൂ. കുറെ ക്ഷമയോട് കൂടിയുള്ള പരിശോധനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ജാഗ്രതയോടെ കൂടുതൽ JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അഭിലാഷ് സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക. അഭിലാഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ആ മലയുടെ ഒരു വലിപ്പം നമുക്ക് കാണാം. ആ മല മുകളിൽ നിന്ന് മണ്ണാകെ ഇടിഞ്ഞ് ഒപ്പം പാറ കഷണങ്ങളും എല്ലാമായാണ് വന്നത്. കുറേ മണ്ണ് ഒലിച്ചുപോയി. നമ്മളിപ്പോൾ കാണുന്ന അത്രയും അല്ല, അതിലും എത്രയോ ടൺ മണ്ണാണ് ആ മലയൊന്നാകെ ഒലിച്ചിറങ്ങുമ്പോൾ അവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ മലമുകളിൽ നിന്ന് ഒലിച്ചെത്തിയ ആ മണ്ണ് മുഴുവൻ ഈ വഴിയിലുണ്ടായിരുന്നു. ദേശീയപാതയുടെ 2 ഭാഗങ്ങൾ, അതിൽ ചായക്കട ഇരുന്ന ഭാഗം മറുഭാഗത്താണ്. അവിടെ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു. അവിടേക്കൊക്കെ മണ്ണൊലിച്ചെത്തി നദിയിലേക്ക് അവർ വീഴുകയായിരുന്നു. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ടാങ്കർ ലോറി അതും ഒലിച്ചുപോയി. അതിലുണ്ടായിരുന്ന ആൾ മരിച്ചു, ഡ്രൈവർ അടക്കം മരിച്ചു. നമ്മുടെ അർജുനും ലോറിയും ആ മലയോട് ചേർന്ന് കിടക്കുകയായിരുന്നു. ആ ലോറി ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ആ ലോറി എവിടെയാണ് കിടക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. അതിന് മുകളിൽ എത്ര മീറ്റർ മണ്ണ് നീക്കാനുണ്ട് എന്നതും അറിയണം. ഇപ്പോൾ അവിടെ പരിശോധനകൾ നടക്കുകയാണ്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലൂടെ കൃത്യമായ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് JCB കൊണ്ട് അവിടുത്തെ മണ്ണ് നീക്കുക, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം വളരെ ശ്രമകരമായിരുന്നു. അവിടേക്ക് അടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. അഭിലാഷ് ഇപ്പോൾ അവിടെ MLA അടക്കം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആളുകളെയും ഒക്കെ അവിടേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. കളക്ടർ അടക്കം അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനിയിപ്പോൾ അടുത്തതായി ആ ലോറി പൊസിഷൻ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കുക, അതിലേക്ക് കടക്കുകയാണോ? തീർച്ചയായിട്ടും ഇവിടെ ഒരു ലോഹവസ്തു ഉണ്ട് എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത്. ആ ലോഹവസ്തു ലോറി തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. അപ്പോൾ ആ നിൽക്കുന്ന ഭാഗത്തെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇവിടെ എന്താണ് അടിയിൽ കിടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. അത്തരത്തിലൊരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തുകൂടെ മറുഭാഗത്തുകൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു പക്ഷേ ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്താൽ മാത്രമായിരിക്കും അത് എന്താണ് ആ ലോറി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ പറയാൻ നമുക്ക് നേരത്തെ തന്നെ ചില മറ്റു വാഹനങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടാനുള്ള ഒരു സാധ്യത കൂടി നേരത്തെ തന്നെ പല തരത്തിൽ പറഞ്ഞിരുന്നു. ആ സാധ്യത നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുകയും ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെതെന്ന് കരുതുന്ന ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഈ മണ്ണ് നീക്കി അതെന്താണ് എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. അത്തരത്തിലൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്.